അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തില് നമ്മൾ മാറ്റം വരുത്തണം. വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. എന്നാൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം വളരെ കെയർഫുൾ ആയി കൊടുക്കണം. ഹാൻഡിൽ വിത്ത് കെയർ എന്ന് എഴുതാറില്ലേ ചില സാധനങ്ങളുടെ മുകളിൽ? അതുപോലെ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ, നമ്മുടെ സ്വഭാവത്തിൽ കുറെ ഹാൻഡിൽ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കാണ് നല്ല അവസരങ്ങളും എല്ലാം നഷ്ടപ്പെടുക. ഈശ്വരനല്ല നമ്മളെ പണിഷ് ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തികളാണ് പണിഷ് ചെയ്യുന്നത്. പ്രവൃത്തി തെറ്റാൻ കാരണം ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ആറ്റിറ്റ്യൂഡ് ശരിയല്ലാത്തതിന് കാരണം നമ്മൾ ആത്മീയമായി നമ്മളെ സംസ്കരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം ഓർത്തു വയ്ക്കൂ. ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. ഇങ്ങനെ പരസ്പരം ഭാവന ചെയ്ത് ജീവിച്ചാൽ എല്ലാവർക്കും എന്ത് കൈവരിക്കാം? ശ്രേയസ്. അപ്പൊ ശ്രേയസ് എന്നുള്ള ശബ്ദത്തിന് രണ്ടർത്ഥങ്ങൾ എടുക്കണം. ഒന്ന് ഭൗതികമായ പുരോഗതിയും, രണ്ട് ആത്മീയമായ പുരോഗതിയും. ഭൗതികമായ പുരോഗതി എന്ന് പറയുന്നത് ഈ ചുറ്റുപാട് നല്ല ആരോഗ്യമുള്ളൊരു ചുറ്റുപാട്, പരസ്പരം സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ചുറ്റുപാട്. ആത്മീയമായ പുരോഗതി എന്ന് പറയുന്നത് ആരെയും ആശ്രയിക്കാതെ, ആരെ തന്നെ ആശ്രയിച്ചിട്ട്? ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് കൂടെ ഭഗവാനാണുള്ളതെന്ന ബോധത്തിൽ ജീവിക്കാൻ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ശരീരം ലോകത്തിനോടും മനസ്സ് ഭഗവാനോട് ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ ശാരീരികമായ സംരക്ഷണം ലോകം തരും, മാനസികമായ സംരക്ഷണം ആര് തരും? ഭഗവാൻ തരും. ഇതാണ് ശരിക്കും നമുക്ക് കൈവരിക്കണം. ഇതിനെയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നല്ലൊരു കൾച്ചേർഡ് സൊസൈറ്റി ഉണ്ടല്ലോ, ഒരു ഹെൽത്തി സൊസൈറ്റി ആയിരിക്കും. അവിടെ നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് ധ്യാനിക്കാം, കീർത്തിക്കാം. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ സാധ്യമല്ല. അമ്പലത്തിൽ പോയിട്ട് പോലും ധ്യാനിച്ച് കുറച്ചു നേരം കണ്ണടച്ചിരിക്കണമെങ്കിൽ കഴുത്തും കാലും കൈയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണം. കാരണം കണ്ണടച്ച് പുറത്തു വരുമ്പോഴേക്കും പലതും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ എവിടെയോ പ്രഭാഷണത്തിന് പോയപ്പം, എന്തിനാണ് സ്വാമിജി ഈ പാഞ്ചാലിയെയും കൊണ്ട് ഭഗവാൻ ഭീഷ്മ പിതാമഹനെ കാണാൻ പോയപ്പോൾ